അപ്പൊ നമ്മുടെ സിലബസിൽ സാധാരണ കുറച്ച് 1-2 പോയിന്റ്സ് ഒക്കെ ഇതുവരെയുള്ള മൊഡ്യൂൾസിലെല്ലാം വന്നിട്ടുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. പക്ഷേ സർക്കിൾസിൽ കുറച്ചും കൂടെ നമ്മൾ ഇതുവരെ പഠിച്ച മൊഡ്യൂൾസിനെക്കാളും കുറച്ചുകൂടെ വലിയൊരു മൊഡ്യൂൾ ആയിരിക്കും സർക്കിൾ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സീക്കൻഡ് ആൻഡ് ടാൻജന്റ് എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ധാരാളമായിട്ട് വരാം. മറ്റൊരു ഭാഗം ഏരിയ ഓഫ് ദ സെഗ്മെന്റ്, അതുപോലെ ആംഗിൾസ് ഇൻ ആൾട്ടർനേറ്റ് സെഗ്മെന്റ്സ്. അതോടൊപ്പം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് എന്താണ്, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ആംഗിൾസിന്റെ പ്രത്യേകതകൾ ഒക്കെ മനസ്സിലാക്കിയിരിക്കുക. ഏരിയ ഓഫ് എ സെക്ടർ, അതിന്റെ ഇക്വേഷൻ, അപ്പോൾ എന്താണ് സെക്ടറും സെഗ്മെന്റും തമ്മിലുള്ള വ്യത്യാസം, അവിടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ആപ്ലിക്കേഷൻ ഓഫ് ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ്, ഈ രണ്ട് ഇതിന്റെയും ആപ്ലിക്കേഷൻസ്, അവിടെ നമുക്ക് ഏരിയ ഓഫ് ദ റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സർക്കംഫറൻസ്. ഇത്രയും പോയിന്റ്സ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇവിടെ കവർ ചെയ്യാനായിട്ടുള്ളത് സർക്കിൾസിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇതിലോട്ട് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, സർക്കിൾ ഈസ് എ ലോക്കസ് ഓഫ് പോയിന്റ് വിച്ച് മൂവ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഈസ് ഓൾവേസ് ഫിക്സഡ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് സർക്കിൾസ് എന്ന് പറയാ. അല്ലെങ്കിൽ ഒരു ലോക്കസിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിലുള്ള അനേകം പോയിന്റ്സുകളുടെ ഒരു ഗ്രൂപ്പ്, അതും സർക്കിളിന്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ്. ഇനി സർക്കിളിന്റെ റേഡിയസ് അറിയാലോ, ആ സെന്ററിൽ നിന്നും, അപ്പൊ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവുമെന്ന് പഠിച്ചു. ആ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ദൂരത്തെയാണ് സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി സീക്കൻഡ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എ ലൈൻ വിച്ച് ഇന്റർസെക്ട് ദ സർക്കിൾ ഇൻടു 2 ഡിഫറെന്റ് പോയിന്റ്സ്. ഓക്കെ, അപ്പൊ സീക്കൻഡും ടാൻജന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സർക്കിളിനെ 2 ഡിഫറെന്റ് പോയിന്റ്സിൽ കട്ട് ചെയ്യുന്ന ലൈൻസിനെയാണ് സീക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സീക്കൻഡ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ സീക്കൻഡും ടാൻജന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. യെസ്, അപ്പൊ ഒന്നാമത് സീക്കൻഡ് എന്താണെന്നാണ്. അപ്പൊ സീക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ലൈനാണ്. ഈ ലൈൻ സർക്കിളിനെ കൃത്യമായിട്ട് 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നു. ഈ പോയിന്റ് എ എന്നും ഈ പോയിന്റ് ബി എന്നും നമുക്ക് തൽക്കാലം പറഞ്ഞാൽ ഈ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്ന ഇതിനെയാണ് സീക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സീക്കൻഡ്. ഇനി അടുത്ത കോഡ് എന്താണെന്നാണ്. കോഡ് എന്ന് പറയുമ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ഈ സർക്കിളിലെ ഏതെങ്കിലും 2 ലൈൻസ് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ, അതിനെയാണ് കോഡ് എന്ന് പറയുന്നത്. സർക്കിളിലെ തന്നെ ഏതെങ്കിലും 2 പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെയാണ് കോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടാൻജന്റ്. ഓക്കെ, ആ ടാൻജന്റ് എന്താണെന്ന് ഇപ്പൊ പറയാം. ടാൻജന്റിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ പ്രത്യേകതകൾ ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഈ ലൈൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ലൈൻ ഈ സർക്കിളിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഞാൻ വരച്ച പെർട്ടിക്കുലർ ലൈൻ ഈ സർക്കിളിനെ എക്സാക്ട്ലി അറ്റ് 1 പോയിന്റ്, സർക്കിളിന്റെ ഒരു പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാൻജന്റ്. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം ഡയമീറ്റർ എന്താണെന്ന്, ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്താണെന്നാണ്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സർക്കിളിന്റെ ഏറ്റവും വലിയ കോഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റേഡിയസിന്റെ ട്വൈസ് എന്ന് വേണമെങ്കിൽ പറയാം, റേഡിയസിൽ കൂടെ പാസ് ചെയ്യുന്ന കോഡ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പല രീതിക്കും നമുക്ക് ഡയമീറ്ററിൽ പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പോയിന്റ്, അതിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് കോഡും. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർക്കിളിനെ പറ്റി നമുക്ക് പറയുമ്പോൾ എന്താ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. യെസ്, ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്, ടാൻജന്റ്. അപ്പൊ ടാൻജന്റ് എന്താണ് നമുക്ക് പറയാം. സർക്കിളിനെ എക്സാക്ട്ലി ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോ a tangent at any point on the circle is perpendicular to the radius through the point of contact. അപ്പോ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിലേക്ക് വരികയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. യെസ്, അപ്പൊ ഈ സർക്കിളിന്റെ ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ടാൻജന്റ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ലെറ്റ് ദിസ് ബി ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, അപ്പൊ ഈ ടാൻജന്റ് ടച്ച് ചെയ്യുന്ന ഈ എ എന്ന് പറയുന്ന പോയിന്റും സെന്ററിന് നമുക്ക് തൽക്കാലം O എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമുക്ക് തൽക്കാലം അതിനെ സൂചിപ്പിക്കാം. അപ്പോ ഈ എ എന്ന് പറയുന്ന പോയിന്റും O എന്ന് പറയുന്ന പോയിന്റും ഞാൻ തമ്മിൽ ചേർത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈൻസ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ടാൻജന്റിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറം. ഓക്കെ, അപ്പോ ദ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതാണ് ടാൻജന്റിനെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ടാൻജന്റ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ഓഫ് എ സർക്കിൾ. ഓക്കെ, അപ്പോ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ വരച്ച ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് അത് വരയ്ക്കാം. ഈ ഒരു പോയിന്റ്, സപ്പോസ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, പി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഞാൻ വരച്ച ഒന്നാമത്തെ ടാൻജന്റ് ആണ് പി എ. ഇനി ഞാൻ മറ്റൊരു ടാൻജന്റ് ഈ സർക്കിളിന്റെ ഒരു ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ മറ്റൊരു ടാൻജന്റ് കൂടെ വരയ്ക്കുകയാണ്. ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോ ആ ടാൻജന്റ് ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റ് ഞാൻ ബി എന്നും വിളിക്കാം. അപ്പോ ഈ സർക്കിളിന്റെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഞാൻ വരച്ച രണ്ട് ടാൻജന്റ്സ് ആണ് ഇപ്പോ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കാണുന്നത്. അപ്പോ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരു സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും നമുക്ക് ആകെ വരയ്ക്കാൻ സാധിക്കുന്ന, പോസിബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ടാൻജൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ്. അതായത് ഒരു സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും നമുക്ക് ആ സർക്കിളിലേക്ക് രണ്ട് ടാൻജൻസ് വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് ടാൻജൻസ് വരയ്ക്കുമ്പോൾ ഒരു കാര്യം, നമ്മൾ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്ന ടേം പറയാൻ വിട്ടുപോയി. ലെങ്ത് ഓഫ് ദ ടാൻജന്റ്, അതായത് ലെങ്ത് ഓഫ് ദ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടാൻജന്റ് വരയ്ക്കുന്നത് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നായിരിക്കുമല്ലോ. സർക്കിളിന്റെ അകത്തുള്ള പോയിന്റ് കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. തൽക്കാലം നമുക്ക് ഇവിടെ സർക്കിളിന്റെ പുറത്തുള്ള ഒരു ലൈനിൽ പോയിന്റിൽ നിന്നാണ് ടാൻജന്റ് വരയ്ക്കുന്നതെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ടാൻജന്റ് വരയ്ക്കുന്ന സമയത്ത് ആ പോയിന്റും ആ ടാൻജന്റ് ആ സർക്കിൾ തൊടുന്ന എക്സാക്ട്ലി ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുമല്ലോ, ആ തൊടുന്ന പോയിന്റും. അപ്പൊ ഈ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് പി എ, ഈ ടാൻജന്റ് എടുക്കുകയാണെങ്കിൽ പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് പി ബി. ഈ ലെങ്തിനെയാണ് ലെങ്ത് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത്. So the length of segment of the tangent from the external point P to the point of contact with the circle is known as the length of the tangent. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന ടാൻജന്റിന്റെ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പി എയും പി ബിയും ആണ്. അപ്പോ ഈ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പി എ ഇസ് ഈക്വൽ ടു പി ബി ആയിരിക്കും. ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഒരു സർക്കിളിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ടാൻജൻസുകളുടെ പരമാവധി എണ്ണം എന്ന് പറയുന്ന രണ്ടാണ്. ഈ ടാൻജന്റുകളുടെ ലെങ്ത് ഓഫ് ദ ടാൻജന്റ്, ലെങ്ത് ഓഫ് ബോത്ത് ടാൻജന്റ്സ് വിൽ ബി ഈക്വൽ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, there are no tangents to the circle can be made from the point inside the circle. ഇതേ സർക്കിളിന്റെ ഇൻസൈഡിൽ ഞാൻ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് ഒരു ടാൻജന്റ് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പറയാം ഒരു പോയിന്റ് അല്ലേ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല, ഈ ലൈൻ നമ്മൾ രണ്ട് സൈഡിലേക്കും, ഈ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് സർക്കിളിലെ ഉള്ളിലെ ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് സർക്കിളിലെ എക്സാക്ട്ലി രണ്ട് പോയിന്റിൽ ഇത് തട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതുകൊണ്ട്
ഒരു സർക്കിളിന്റെ ഉള്ളിൽ നിന്നും ടാൻജൻസ് വരയ്ക്കുക എന്നുള്ള കാര്യം തൽക്കാലം പോസിബിൾ അല്ല. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ടാൻജൻസിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പോവാൻ പോകുന്ന ടോപ്പിക് സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. അപ്പൊ എന്താണ് ഒരു സർക്കിളിന്റെ സെഗ്മെന്റ്, അതുപോലെ എന്താണ് ഒരു സർക്കിളിന്റെ സെക്ടർ. അപ്പൊ സെക്ടർ സെഗ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സെഗ്മെന്റ് ഓഫ് ദ സർക്കിൾ എന്താണെന്ന് നോക്കാം. യെസ്, പിന്നെ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഈ പോയിന്റ് ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് O ആയിട്ട് വിചാരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു സർക്കിളിൽ നിന്നും ഞാൻ 2 റേഡിയസുകൾ വരയ്ക്കുകയാണ്. ഇത് റേഡിയസ് 1, ഇത് റേഡിയസ് 2. ഓക്കെ, ഈ 2 റേഡിയസും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു 2 ലൈൻസ്, 2 റേഡിയസുകൾ ഈ സർക്കിളിനെ 2 വ്യത്യസ്തമായിട്ടുള്ള സെക്ടർ ആക്കിയാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിനെ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള സെക്ടർ ആക്കി തിരിച്ചിരിക്കുന്നു. അപ്പൊ ഈ പോയിന്റിനെ ഞാൻ എ എന്നും ഈ പോയിന്റിനെ ബി എന്നും, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു അതിനെ സി എന്നും, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അതിനെ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എ സി ബി എന്ന് പറയുന്ന ഒരു സെക്ടറും എ ഡി ബി എന്ന് പറയുന്ന ഒരു സെക്ടറും, അങ്ങനെ 2 സെക്ടർ ആയിട്ട് ഈ സർക്കിളിനെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ എന്ന് നോക്കാം. അപ്പൊ സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് യെസ്, സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് the part of the circular region enclosed between the chords and the corresponding arc of that circle is called segment of a circle. അതായത് അതിനു മുമ്പ് ആർക്ക് എന്താണെന്ന് പറയാനല്ലോ. ഒരു സർക്കിളിന്റെ ആർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ഷേപ്പിലുള്ള, ഓക്കെ, ഈ സർക്കിളിന്റെ ഈ ഒരു ഷേപ്പിൽ കാണപ്പെടുന്ന സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ തന്നെ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ആർക്ക്. ഓക്കെ, അപ്പോ ആ ഒരു ആർക്കും ഈ ഒരു എ ബി എന്നീ പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു കോഡ് കിട്ടും, ലൈക്ക് ദിസ്. യെസ്, എയും ബിയും എന്നീ 2 പോയിന്റ്സ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോഡ് കിട്ടും. അപ്പോ ഈ കോഡും ഈ ആർക്കും തമ്മിൽ വരുന്ന ഈ ഒരു റീജിയനെ, ഇത്രയും വരുന്ന ഈ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെഗ്മെന്റ്. ഇത്തരത്തിലുള്ള ഒരു 2 സെഗ്മെന്റ്സ് ആയിട്ടാണ് ഒരു കോഡ് സർക്കിളിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, 2 സെഗ്മെന്റ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എ സി ബി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റും എ ഡി ബി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റും. അപ്പൊ ഇതാണ് സെഗ്മെന്റും സെക്ടറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ സെക്ടർ എന്ന് പറയുമ്പോൾ ഈ കോൺ ഷേപ്പിലുള്ള പാർട്ടും അതുപോലെ അതിന്റെ ആർക്കും അതിനെ എൻക്ലോസ് ചെയ്യുന്ന ആ എൻറ്റയർ റീജിയണും വരും. പക്ഷേ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആർക്കും ആ ആർക്കിന്റെ 2 പോയിന്റുകൾ ചേർത്ത് വെക്കുന്ന കോഡും, അത്ര റീജിയൻ മാത്രമേ വരുള്ളൂ. അപ്പൊ ഞാനൊരു സെഗ്മെന്റ് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ, ഇതാണ് ഒരു സെഗ്മെന്റ്. ഓക്കെ, ഇതാണ് ഒരു സെക്ടർ. ഈ സെക്ടറിന്റെ ഇതാണ് ഒരു സെക്ടർ. അപ്പൊ ഇതൊരു സെഗ്മെന്റ്, ഇതൊരു സെക്ടർ. സെക്ടറിന്റെ ഒരു പോയിന്റ് എന്തായിരിക്കും? അതിന്റെ സർക്കിളിന്റെ സെന്റർ തന്നെയായിരിക്കും. സെക്ടറിന്റെ ആ ഒരു ടിപ്പിൽ വരുന്ന പോയിന്റ് സർക്കിളിന്റെ സെന്റർ ആയിരിക്കും. അതൊരു കോൺ ഷേപ്പിലായിരിക്കും. സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഡോം ഷേപ്പിലായിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം.
അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സെഗ്മെന്റ് ഓഫ് ദ സർക്കിൾ ആണ്. നമുക്ക് ഏരിയ ഓഫ് ദ സെഗ്മെന്റിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തും പറഞ്ഞു പോകും, സെക്ടറിന്റെ ഏരിയയും കൂടെ പറഞ്ഞു പോകും. സെഗ്മെന്റിന്റെയും സെക്ടറിന്റെയും ഏരിയ ഒരുമിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ രണ്ട് സെഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ സെഗ്മെന്റിനെ കണ്ടോ, ഈ സെഗ്മെന്റ് ചെറിയ സെഗ്മെന്റ് ആയതുകൊണ്ട് ഈ സെഗ്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ സെഗ്മെന്റ്. ഈ വലിയ സെഗ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മേജർ സെഗ്മെന്റ്. അപ്പൊ ഇത് മേജർ സെഗ്മെന്റും ഇത് മൈനർ സെഗ്മെന്റും. ഈ ഒരു കാര്യം കൂടെ അവിടെ പറയാൻ വിട്ടുപോയി. അതുപോലെ ഈ സെൻട്രൽ ആംഗിൾ, ആ റേഡിയസുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ഒരു സെൻട്രൽ ആംഗിൾ, ആ സെൻട്രൽ ആംഗിളിന്റെ വാല്യൂ നമ്മൾ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി നമ്മൾ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് സെക്ടറിന്റെ ഏരിയ വേണം. സെക്ടറിന്റെ ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു സർക്കിളിന്റെ ഏരിയ. അപ്പൊ ആ രണ്ട് ഇക്വേഷൻ ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം. ഒരു സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പെരിമീറ്ററിന് തൽക്കാലം നമുക്ക് പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr ആണ്, വേർ ആർ ഈസ് ദ റേഡിയസ്. പൈയുടെ വാല്യൂ 3.14, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ 20 കട്ട് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ 22/7 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യാം. ഇനി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A = πr². ഇതാണ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം പറയുന്നത് ഏരിയ ഓഫ് എ സെക്ടർ. അതിനെ ഞാൻ എ സെക്ടർ എന്ന് എഴുതാം, നോട്ടിലുണ്ടാവും ഏരിയ ഓഫ് എ സെക്ടർ, എ സെക്ടർ എന്ന് എഴുതുന്നു. അപ്പൊ ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ രണ്ട് സെക്ടർ, ഒരു സർക്കിളില് ഒരു സെക്ടർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു സർക്കിളിനെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ടർ അല്ലെങ്കിൽ സെഗ്മെന്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. സെക്ടർ ആയിട്ട് കട്ട് ചെയ്യുന്നത് റേഡിയസും, സെഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് കോഡുമാണ്. അപ്പൊ സെക്ടറും ആയിക്കോട്ടെ സെഗ്മെന്റും ആയിക്കോട്ടെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് അതിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ സെൻട്രൽ ആംഗിൾ തീറ്റ ഡിവൈഡഡ് ബൈ 360, ഓക്കെ, ഇൻറ്റു πr² ആണ്. അപ്പൊ ഇത് ഏരിയ ഓഫ് ദ സെക്ടർ ആണ്. അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എൻറ്റയർ പാർട്ടിന്റെയും ഏരിയ. ഓക്കെ, ഞാൻ അതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ടും കൂടെ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ എൻറ്റയർ ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ ആണ് ഇപ്പൊ ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നത് തീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു πr². അങ്ങനെയാണെങ്കിൽ ഈ വലിയ ഇതിന്റെ ഏരിയ എങ്ങനെ കാണും? അപ്പൊ ഇതിന്റെ വലിയ സെക്ടറിന്റെ ഏരിയ, അപ്പൊ ഈ വലിയ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 മൈനസ് തീറ്റയാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് പ്രോബ്ലത്തിന്റെ എന്താണോ പ്രോബ്ലം നമുക്ക് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയ ഇത് എടുക്കുമ്പോഴത്തേക്ക് സെൻട്രൽ ആംഗിൾ ഒരിക്കലും ഈ തീറ്റ അല്ല, ഈ വലിയ ആംഗിൾ ആണ്. ഓക്കെ, നമുക്ക് തൽക്കാലം അതിനെ ഗാമ എന്ന് എഴുതാം. അപ്പൊ ഗാമ ബൈ 360 ഇൻറ്റു πr². ചിലപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ 360 സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. ആ 360യിൽ നിന്നും അത് നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇത് ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നമുക്കിവിടെ വേണ്ടത് എന്താണ്? ഏരിയ ഓഫ് ദ സെക്ടർ അല്ല, ഏരിയ ഓഫ് ദ സെഗ്മെന്റ് ആണ്. അപ്പൊ ഏരിയ ഓഫ് ദ സെഗ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഏരിയ ഓഫ് ദ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ABO എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കുറച്ചാൽ പോരെ? ഓക്കെ, ABO എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കുറച്ചാൽ മതി. അപ്പൊ ABO എന്ന് പറയുന്ന ട്രയാങ്കിളിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ അതിനെ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം വിത്ത് ഹൈപ്പോട്ടേനിയസ് ഈക്വൽ ടു റേഡിയസ്. ഓക്കെ, അപ്പൊ അതായത് ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും രണ്ട് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ നമുക്ക് കിട്ടും. രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമുക്ക് കിട്ടും. അതിന്റെ ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയുടെ ഏരിയ, ABCയിലല്ലോ ABO, ട്രയാങ്കിൾ ABOയുടെ ഏരിയ എന്ന് പറയുന്നത് ½ r² സൈൻ തീറ്റ ആണ്. ഓക്കെ, അപ്പോ ആ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് തീറ്റ ബൈ 360 ഇൻറ്റു πr²ഉം ആ ട്രയാങ്കിളിന്റെ ഏരിയ ABO എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ½ r² സൈൻ തീറ്റയും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഗ്മെന്റ് ACB എന്ന് പറയുന്ന സെഗ്മെന്റ്, അതായത് ഒരു സൈഡിലോട്ട് മാത്രം ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പാർട്ടിന്റെ ഏരിയ, അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് ഈ എൻറ്റയർ സെക്ടറിന്റെ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിളിന്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് തീറ്റ ബൈ 360 പൈ ആർ സ്ക്വയർ മൈനസ്, ഓക്കെ, ഇനി ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ആർ സ്ക്വയർ സൈൻ തീറ്റ. അപ്പൊ ഇത് രണ്ടിൽ നിന്നും കോമൺ ആയിട്ടുള്ള ടേം എന്ന് പറയുന്ന ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ ബൈ 2 വേണമെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. രണ്ടിൽ നിന്നും ആർ സ്ക്വയർ ബൈ 2 പുറത്തെടുക്കാം. അപ്പൊ ആർ സ്ക്വയർ ബൈ 2 പുറത്ത് കൊടുക്കുമ്പോൾ ഇത് 180 ആവും. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനെയാവും. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ആർ സ്ക്വയർ പുറത്തെടുത്താലും ഇക്വേഷൻ ഇടാം. നമുക്ക് രണ്ട് ഇക്വേഷൻ നോക്കാം. അപ്പൊ ഇവിടുന്ന് ആർ സ്ക്വയർ ആണ് പുറത്തെടുക്കുന്നതെങ്കിൽ ബാക്കി എന്തുണ്ട്? പൈ തീറ്റ ഡിവൈഡഡ് ബൈ 360 മൈനസ് സൈൻ തീറ്റ ബൈ 2. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. അല്ലെങ്കിൽ ആർ സ്ക്വയർ ബൈ 2 പുറത്തെടുത്താൽ പൈ തീറ്റ ബൈ 180 മൈനസ് സൈൻ തീറ്റ. ഇങ്ങനെയും ഇക്വേഷൻ എടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ആണ്, ഈ മൂന്ന് ഇക്വേഷൻ ആണ്, ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3, 3 ഫോമാണ്. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻ ആണ് ഏരിയ ഓഫ് ദ സെക്ടർ, ഏരിയ ഓഫ് ദ സെഗ്മെന്റ്, ഒരു സെഗ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഇങ്ങനെ നമുക്ക് സെഗ്മെന്റ് ഏരിയ കണ്ടുപിടിക്കാം. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഇപ്പോ നമ്മൾ മൈനർ സെഗ്മെന്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇതേ കാര്യം തന്നെ നമുക്ക് മേജർ സെഗ്മെന്റ് വെച്ചിട്ടും പറയാം. അപ്പോൾ സിലബസിലെ ഏരിയ ഓഫ് ദ സെഗ്മെന്റ് എന്ന് പറയുന്ന പാർട്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഏരിയ ഓഫ് സെക്ടറും കൂടെ ഉണ്ട്. അപ്പൊ ഏരിയ ഓഫ് സെക്ടറിൽ സെക്ടർ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഏരിയ ഓഫ് സെക്ടർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സെഷനിൽ കൂടെ തന്നെ ഏരിയ ഓഫ് ദ സെക്ടർ എന്താണെന്ന് പറഞ്ഞു. സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതും ഏകദേശം ഇതേ സെയിം ഇക്വേഷൻ വെച്ചിട്ടാണ്. അത് ഇതിൽ കൊടുത്തിട്ടില്ല, എന്നാലും സെക്ടറിന്റെ ഏരിയ വരെ ചോദിച്ച സ്ഥിതിക്ക് ആർക്കിന്റെ ഏരിയയും കൂടെ ലെങ്ത്തും കൂടെ ആർക്ക് ലെങ്ത്തും കൂടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എൻറ്റയർ ഇതിന്റെ സർക്കിളിന്റെ ഏരിയയിൽ എത്ര പാർട്ടാണ് ആ സെക്ടറിൽ ഉൾക്കൊള്ളുന്നത്. അപ്പൊ എത്ര പാർട്ട് ഉൾക്കൊള്ളുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീറ്റ എത്രയാണ്, അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്, ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കോഡിന്റെ ലെങ്ത്, ഒരു ആർക്കിന്റെ ലെങ്ത് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തിന് സർക്കിളിന്റെ ഏതെങ്കിലും ഒരു കോഡ് സർക്കിളിനെ 2 ആർക്കായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ സെക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ഏരിയയുടെ ഇക്വേഷൻ ആണ് എടുത്തതെങ്കിൽ, ഇവിടെ കോഡ് ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഏരിയയുടെ ഇക്വേഷന് പകരം നമ്മൾ പെരിമീറ്ററിന്റെ ഇക്വേഷൻ കൊടുത്താൽ മതി. അപ്പൊ ലെങ്ത് ഓഫ് ദ കോഡിന്റെ ലെങ്ത് ഈക്വൽസ് തീറ്റ ബൈ 360 ഇൻറ്റു 2 പൈ ആർ. ആ 2 പൈ ആർ എന്ന് പറയുന്ന എൻറ്റയർ പെരിമീറ്ററിൽ എത്ര ഭാഗമാണ് ആ ഒരു കോഡ് കട്ട് ചെയ്യുന്നത് എന്നുള്ള ഭാഗമാണ് അതിന്റെ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ, പെരിമീറ്ററിന്റെ ഇക്വേഷൻ, അതുപോലെ സെക്ടറിന്റെ ഇക്വേഷൻ, സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, 2 ടൈപ്പ് സെഗ്മെന്റ്, 2 ടൈപ്പ് സെക്ടർ, അതുപോലെ സെഗ്മെന്റിന്റെ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ദ കോഡ് ഹാവിംഗ് ദ സെന്റർ ഓഫ് എ സർക്കിൾ ആസ് എ പോയിന്റ് on it is diameter and also the longest chord of the circle and divides the circle into 2 equal halves. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കോഡ്, അതായത് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കോഡ്, ആ ഒരു കോഡാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ആ ഡയമീറ്ററിൽ കൂടെയാണ് ഇത് കട്ട് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ ഒരു കോഡാണ് ഒരു 2 സെഗ്മെന്റ് ആയിട്ട് ഒരു സർക്കിളിനെ കട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ആ കോഡ് ഡയമീറ്റർ തന്നെയാണെങ്കിൽ 2 ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും ആ സർക്കിള് കട്ടാവുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, when the chord is not the diameter, the portion consisting the center of circle is called major segment and the other region is called minor segment. അതും നല്ലൊരു ഡെഫിനിഷൻ ആണ്. ഈ നമ്മൾ ഡയമീറ്റർ അല്ലാതെ ഏതൊരു കോഡാണ് എടുക്കുന്നതെങ്കിലും അതിൽ ഈ ഒരു സെന്റർ
ഉൾക്കൊള്ളുന്ന ഭാഗത്തെ നമ്മൾ മേജർ സെഗ്മെന്റ് എന്നും സെന്റർ ഉൾക്കൊള്ളാത്ത ഭാഗത്തെ നമ്മൾ മൈനർ സെഗ്മെന്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഇനി അതിന്റെ ഏരിയയിൽ വരുന്ന ആപ്ലിക്കേഷൻസ്. അപ്പം ആപ്ലിക്കേഷൻസിൽ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റിംഗ് ആണ്. റിങ്ങിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു റിങ്ങിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? അത് വളരെ ഈസിയാണ്, എന്നാലും അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാ ഞാൻ ഒരു റിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഓക്കെ, ഏകദേശം ഇതുപോലെ 2 സർക്കിൾ ചേർന്ന് വരുന്ന ഒരു ഷേപ്പിനെയാണ് റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിങ്ങിന്റെ പ്രത്യേകത, ഈ റിങ്ങിൽ ഉൾക്കൊള്ളുന്ന 2 സർക്കിൾസിനും എന്തായിരിക്കും? സെയിം സെന്റർ ആയിരിക്കും. ഒരു കോമൺ സെന്റർ ഉള്ള 2 സർക്കിൾ ആയിരിക്കും. അപ്പോൾ ഈ റിങ്ങിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇത് 2D ആണേ, 3D അല്ല, 2D ആണ്. ഇത്രയും ഈ ഷെയ്ഡ് ചെയ്യുന്ന ഇത്രയും ഭാഗത്തിന്റെ റീജിയൻ. അത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. ഒരു സർക്കുലർ ഇതിന് ചുറ്റും ഒരു റോഡുണ്ട്, എങ്ങനെയാണെങ്കിൽ ആ റോഡിന്റെ ലെങ്ത്, വിഡ്ത് എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിൽ പല ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമ്മൾ ചെയ്യേണ്ടത്, ഇതിലൊരു കോമൺ സെന്റർ ആണ്. അപ്പൊ വലിയ സർക്കിളിന്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്നും ചെറിയ സർക്കിളിന്റെ റേഡിയസിനെ നമുക്ക് തൽക്കാലം സ്മോൾ ആർ എന്നും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വലിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു പൈ ആണ്. ചെറിയ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു പൈ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഏരിയാസും മൈനസ് ചെയ്താൽ, അതായത് വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ആ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ആ ബാക്കിയുള്ള അവശേഷിക്കുന്ന ആ പാർട്ട്, റിംഗ് ഷേപ്പിലുള്ള ആ ഒരു പാർട്ടിന്റെ ഏരിയ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഏരിയ, അതായത് പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് പൈ സ്മോൾ ആർ സ്ക്വയർ, പൈ കോമൺ എടുത്താൽ പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ആണ് ആ ഏരിയ ഓഫ് ദ റിംഗ്, റിങ്ങിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നാളെ മീൻസ് ഇനി വരുന്ന നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്, അതായത് സെഗ്മെന്റും സെക്ടറും ഒക്കെ ആംഗിൾസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഓപ്പോസിറ്റ് സെക്ടറിലും അതുപോലെ സെയിം സെക്ടറിലും പലതരം ആംഗിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ആംഗിൾസ് തമ്മിൽ ചില റിലേഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ആംഗിൾസ് തമ്മിലുള്ള ചില റിലേഷൻസ്, അതുപോലെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസിലും ഇതുപോലെ ആംഗിൾസ് തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ്, അതുപോലെ ഏരിയയുടെ ബാക്കി വരുന്ന ആപ്ലിക്കേഷൻ സർക്കംഫറൻസ്, ഇത്രയും പോയിന്റ്സ് ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്ലസ് ടാൻജന്റിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളും. ടാൻജന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സേ പറഞ്ഞോളൂ. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ച് കാര്യങ്ങളും, ഏത് ഏരിയ എന്നിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽസ് കാര്യങ്ങളും മാത്രമേ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ അടുത്ത ഒരു എൻ്റയർ ക്ലാസ് കൊണ്ട് നമ്മൾ ഈ സർക്കിൾസ് എന്ന് പറയുന്ന മോഡ്യൂൾസ് തീർത്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യും.